5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. ഈ ഇടയ്ക്ക് ശ്രീ എം സജീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ കാരണം അദ്ദേഹം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി ലഘുനാടകങ്ങൾ എഴുതുക, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറേ കുട്ടികളുടെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ചാനലിൽ പറയുന്നുണ്ട്, ചൂരലും വടിയും അടിയും ഒക്കെ ഗുണം ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉള്ളത്. അതിന് അദ്ദേഹം പറയുന്നത്, അച്ചടക്കം കുട്ടികളുടെ മനസ്സിൽ നിന്നാണ് വരേണ്ടത്. അതിനൊരു ഉദാഹരണം പറയുന്നു. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ, അദ്ദേഹം പഠിച്ച സ്കൂളിൽ കുറേ അധ്യാപകരുണ്ട്. അവരെല്ലാം വലിയ വടിയും ചൂരലുമായിട്ടൊക്കെ നടക്കും. അപ്പോൾ അവിടെ ഒരു ദാക്ഷാണി ടീച്ചറുണ്ട്. ടീച്ചർ വടിയും ചൂരലൊന്നും എടുക്കാറില്ല. ടീച്ചർ കുട്ടികളെ കഥകളൊക്കെ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്. പിന്നെ കണക്ക് ഗെയിമൊക്കെ കൊടുത്താണ്, കളികളൊക്കെ കൊടുത്താണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ടീച്ചർ അവരെ ഒരു അമ്മയുടെ സ്നേഹത്തോടു കൂടി കരഞ്ഞ് സങ്കടപ്പെട്ട് ഞാനിപ്പോൾ കരയുമേ എന്നൊക്കെ പറയുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് കുട്ടികളെ മാറ്റിയെന്നാണ്. തീർച്ചയായിട്ടും ആ സ്കൂളിൽ പറഞ്ഞ ദാക്ഷാണി ടീച്ചർ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ വടിയുമായി നടക്കുന്ന അധ്യാപകരുണ്ട്. ആ അധ്യാപകർ അങ്ങനെ വടിയുമായി നടക്കുന്നതിൻ്റെ ആ വടി കൂടി കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അധ്യാപകരെ കണ്ടുകൊണ്ടാണ് കുട്ടികൾ ക്ലാസ്സുകളിൽ കയറി പോകുന്നത്. അപ്പോൾ ഒരുപാട് കുസൃതി കാണിച്ചാൽ തല്ല് കിട്ടുമെന്നുള്ള ബോധം കൂടി കുട്ടികളുടെ മനസ്സിലേക്ക് കയറിപ്പോകാൻ തല്ലിയില്ലെങ്കിലും വടി കൊണ്ട് നടക്കുന്ന അധ്യാപകരെ കൊണ്ട് കഴിയും. തല്ലണമെന്നില്ല, അധ്യാപകർ വടി കൊണ്ട് നടന്നാൽ മതി. അതിൽ പേടിയുണ്ടാവും. കുട്ടികൾക്ക് സ്വഭാവ രൂപീകരണം വരുന്നത് സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് തന്നെയാണ്. സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന സിദ്ധാന്തം മനസ്സിലാക്കിയതിന് ഇവരെല്ലാം വർത്തമാനം പറയുന്നത്. സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായ പരുവപ്പെടുത്തൽ. ഒരു കറക്റ്റ് മലയാളം പറഞ്ഞാൽ, ഓരോ വ്യക്തിയെയും ജീവിക്കുന്നതിൽ സാമൂഹ്യമായ പരുവപ്പെടുത്തലുകളുണ്ട്. അത് നമുക്ക് കിട്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറുകൾ, മറ്റ് കിട്ടുന്ന ഭക്ഷണം, ജനിക്കുന്ന കുടുംബം, അച്ഛൻ, അമ്മ, അതായത് മാതാപിതാക്കൾ, വീട്ടിലെ മറ്റംഗങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, സമൂഹം, പഠിക്കുന്ന സ്കൂള്, പിന്നെ കാലാവസ്ഥ, കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരാളിൻ്റെ സാമൂഹ്യ ബോധം ചിട്ടപ്പെടുത്തുന്നത്. പിന്നെ ലഭ്യത, സുലഭമായി മദ്യം ലഭിക്കുന്നതിനേക്കാൾ മദ്യം കുറച്ച് ലഭിക്കുമ്പോഴാണ് ആളുകൾ മദ്യ ഉപയോഗത്തിൽ നിന്ന് പിന്തിരിയുന്നത്. സുലഭമായി ലഹരി വസ്തുക്കൾ കിട്ടിയാൽ അതിൻ്റെ ഉപയോഗം കൂടും. ഇപ്പൊ തന്നെ മൊബൈൽ നെറ്റൊക്കെ ധാരാളം ആളുകൾ സുലഭമായി ഉപയോഗിക്കുന്നതാണ്. അത് ഫ്രീ ആണ്, പലപ്പോഴും അത് ഫ്രീ ആണ്, ഓഫറുകൾ വഴി ഫ്രീ ആണ്. അതുകൊണ്ടാണ്, അപ്പോൾ സൗജന്യമായി കിട്ടുന്നതുകൊണ്ട് കൂടിയാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുക. അപ്പോൾ ആക്സസിബിലിറ്റിയും വളരെ പ്രധാനമാണ്. ഇപ്പോൾ സ്കൂളുകളിൽ വടി ഉപയോഗിക്കേണ്ട സമയങ്ങളിൽ വടി ഉപയോഗിക്കണം, സ്നേഹം ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ സ്നേഹം ഉപയോഗിക്കണം, സ്നേഹം പ്രയോജനപ്പെടുത്തണം, ഉപദേശം കൊടുക്കേണ്ട സ്ഥലത്ത് ഉപദേശം കൊടുക്കണം, ശാസന കൊടുക്കേണ്ട സ്ഥലത്ത് ശാസന കൊടുക്കണം, തല്ല് കൊടുക്കേണ്ടടുത്ത് തല്ല് കൊടുക്കണം, തലോടൽ കൊടുക്കേണ്ടടുത്ത് തലോട് കൊടുക്കണം. അങ്ങനെ ഒരു മിക്സഡ് പരിപാടിയാണ് വേണ്ടത്. എല്ലാം തല്ലേണ്ട കാര്യമില്ല. ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയായിരിക്കും ചിലപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ തല്ലിയാൽ ആ സ്കൂൾ മൊത്തം മെസ്സേജ് പോകും. ഒരു കുട്ടിക്കല്ല മെസ്സേജ് പോകുന്നത്, സ്കൂൾ മൊത്തം മെസ്സേജ് പോകും, അവന് തല്ല് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ അധ്യാപകർ തല്ലി എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ആക്ഷൻ എടുത്തു. ഡെപ്യൂട്ടി ഡയറക്ടറുടെ ആക്ഷൻ ശരിയല്ല എന്ന് പറഞ്ഞ് സെന്റ് മേരീസ് മാനേജ്മെന്റ് ഗവൺമെന്റിലേക്ക് പരാതി കൊടുത്തു. അത് ക്യാൻസൽ ചെയ്തു. അങ്ങനെ വലിയ വിവാദം നടക്കുകയാണ്. പട്ടം സെന്റ് മേരീസുമായിട്ട് വിവാദമല്ല, തർക്കം നടക്കുകയാണ്. വാർത്ത വന്നതാണ്. എന്തിനാണ്? ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അധ്യാപകർ കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തല്ലണ്ടേ. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ സ്കൂളിൽ ചേർക്കുമ്പോൾ എന്നെയും എൻ്റെ എൻ്റെ അനുജനെ ചേർക്കുമ്പോഴും ഞാൻ സ്കൂളിൽ ഉണ്ടല്ലോ, ഞാൻ മൂത്ത കുട്ടിയല്ലേ. അപ്പോൾ അനുജനെ എന്നെയൊക്കെ ചേർക്കുമ്പോൾ എൻ്റെ അമ്മ സാറിനോട് പറയുന്ന, സാറേ ഇവന്മാരെ നന്നാക്കി എടുക്കണം, പഠിക്കുന്നത് ഒരു പ്രധാന കാര്യം, ഇവന്മാരെ സ്വഭാവം കൂടി നന്നായിരിക്കണം, വേണം ആവശ്യമുള്ള തല്ലൊക്കെ കൊടുത്തോണം എന്ന് നമ്മളെ കൂടെ നിർത്തി ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും സാറന്മാർക്ക്, HMന്. വേറൊന്നുമല്ല, ഒരു ഭീതി ഇരുന്നോട്ടെ, ഒരു ഭയം ഇരുന്നോട്ടെ. ഭയത്തിന് ഭയത്തിൻ്റെ ജോലിയുണ്ട്. അടി ചെയ്യും ഉപകാരം, അണ്ണൻ തമ്പി ചെയ്യില്ല. അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ മാരകമായ തല്ലി കൊല്ലലല്ല, ഒരു വിരട്ടലും ചെറിയൊരു ചൂരൽ പ്രയോഗമൊക്കെ ആവശ്യമുണ്ട്. കുട്ടികൾക്ക് സ്നേഹവും കൊടുക്കണം, ഒരുപാട് സ്നേഹം. മക്കളെ എന്നൊക്കെ വിളിച്ച് അവരെ കൂടെ റീലെടുക്കുക, അവരെ കൂടെ DJ പാർട്ടിയിൽ പങ്കെടുക്കുക, അവരെ ഫുഡ് ഷെയർ ചെയ്യുക, അവരെ കൂടെ ഭയങ്കരമായി സെൽഫി എടുക്കുക. അങ്ങനെ വല്ലാതെ സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊടുത്താലും കുട്ടികൾ തലയിൽ കയറും. അപ്പോൾ സ്വാതന്ത്ര്യത്തിനൊരു ലിമിറ്റ് വെക്കണം. DJ, സെൽഫി, അതുപോലെ തന്നെ പിന്നെ റീലെടുക്കൽ പരിപാടികളൊക്കെ ഒന്ന് ഒഴിവാക്കണം. ടീച്ചർമാരും സാറന്മാരും ഒക്കെ കുറച്ച് റോൾ മോഡൽ ആവണം. അച്ഛനും അമ്മയൊക്കെ കുറേ കൂടി റോൾ മോഡൽ ആവണം. ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം,
തല്ലേണ്ട സമയത്ത് തല്ലണം, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ രീതിയിൽ വേണം സാഹചര്യങ്ങൾ ഉണ്ടാക്കി കുട്ടികളെ മാറ്റിയെടുക്കാൻ. ചിലപ്പോൾ അവർ അനുകൂല സാഹചര്യം വന്നാൽ അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു പോകും. അപ്പോൾ അതിനെ മറ്റ് സാഹചര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഒരുപാട് തെറ്റ് ചെയ്യുന്ന കുട്ടികളെ ചെറിയൊരു തല്ല് കൊടുക്കുന്ന സാഹചര്യം കൊണ്ട് മറ്റൊരു സാഹചര്യം കൂടി കൃത്രിമ സാഹചര്യം കൂടി സൃഷ്ടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കേണ്ടി വരും. ഇത് രണ്ടും വേണ്ടി വരും. തല്ലും വേണ്ടി വരും, തലോടലും വേണ്ടി വരും. നിർഭാഗ്യവശാൽ ഈ സുചിന്തനെ പോലുള്ള ആളുകൾ, അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്ന ആളാണ്, കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആള്. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്താണ് മറുപടി പറയുക? അദ്ദേഹം പറയുന്നത് അത് ഇങ്ങനെ കുറേ ആളുകളുണ്ട്, കുട്ടികളെ തല്ലിയല്ല നന്നാക്കേണ്ടത്. പക്ഷെ നന്നാക്കലിന് തല്ലും ഒരു ഘടകമാണ്, തിരിച്ചെടുക്കണം. തല്ലിയല്ല നന്നാക്കുന്നത്, തല്ലിയല്ല സ്വഭാവം രൂപീകരിക്കുന്നത്. തീർച്ചയായും ശരിയാണ്. പക്ഷെ സ്വഭാവ രൂപീകരണത്തിൽ, സന്മാർഗ രീതിയിൽ ചിന്തിക്കുന്നതിൽ, തെറ്റ് ചെയ്യാതിരിക്കുന്നതിൽ, ശരി കൂടുതൽ ചെയ്യുന്നതിൽ തല്ലിനും തല്ലിൻ്റെ റോളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത് മാതാപിതാക്കളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. തനിക്ക് ഒരു കുട്ടിയേ ഉള്ളൂ, 2 കുട്ടിയേ ഉള്ളൂ, ആ കുട്ടികളെ അധ്യാപകർ എന്തിനു തല്ലുന്നു? ഏത് മാതാപിതാക്കളും സ്കൂളിൽ ചെല്ലുമ്പോൾ രക്ഷാകർത്താക്കളെ വിളിച്ചുകൊണ്ടിരാൻ സാറന്മാരും അധ്യാപകരും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ആദ്യം പറയുന്നത് എൻ്റെ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്യാതെ എങ്ങനെയാണ് ഈ സംഭവം സ്കൂളിലുണ്ടായത് അല്ലെങ്കിൽ കോളേജിലുണ്ടായത്? പിന്നെ ആരുടെ കുട്ടിയാണ് ഇത് ചെയ്തത്? എന്തിനാണ് അധ്യാപകർ വിളിക്കുന്നത് മാതാപിതാക്കളെ? അവർക്ക് വട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടല്ലല്ലോ വിളിക്കുന്നത്. തെറ്റ് കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് എവിഡൻസ് കിട്ടിയിട്ടാണ് അവർ വരാൻ പറയുന്നത് മാതാപിതാക്കളെ. ഇപ്പം മാതാപിതാക്കൾ വന്നിട്ട് കുട്ടികൾ നിൽക്കുമ്പോൾ തന്നെ പറയും എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ കുട്ടികൾക്ക് എന്തായി? അച്ഛനും അമ്മയുടെ ഒരു സപ്പോർട്ട് കിട്ടി. എന്ത് തെറ്റ് ചെയ്താലും അച്ഛനും അമ്മയെ സംരക്ഷിക്കും. എന്നാൽ വേറെ ഒരു കാര്യമുണ്ട്, സ്കൂളിൽ നിന്ന് അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് ചെല്ലാൻ, അല്ലെ മാതാപിതാക്കൾ വിളിച്ചുകൊണ്ട് ചെല്ലാൻ കുട്ടികൾ വന്ന് പറഞ്ഞാലോ, നീ എന്തടാ തെറ്റിയെന്ന് പറഞ്ഞാൽ അവരെ തല്ലരുത്, അവരെ കേൾക്കണം, ശരി തെറ്റുകൾ അവരിൽ നിന്ന് മനസ്സിലാക്കണം, തന്ത്രപരമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം. കുറ്റിച്ചെല്ലൊരു കുട്ടി മരിച്ചത് സ്കൂളിൽ നിന്റെ ക്ലർക്ക് ബഹളം ഉണ്ടാക്കി വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മയും കൂടി വീണ്ടും നീ തെറ്റ് ചെയ്തില്ലടാ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ആ കുഞ്ഞ് മരിച്ചത്. അങ്ങനെ വന്നു പോകരുത്, അവർ വേറെ സംഘർഷത്തിലേക്ക് പോകും, മാനസിക സംഘർഷത്തിലേക്ക് പോകും. അപ്പോൾ പരാതിയുമായി വീട്ടിൽ വന്നാൽ മാതാപിതാക്കൾ അത് ക്ഷമയോടെ കേൾക്കുകയും അതിൻ്റെ കാര്യകാരണ സഹിതം അതിനെ വിലയിരുത്തുകയും ചെയ്യണം. സ്കൂളിലും അങ്ങനെ തന്നെ ആയിരിക്കണം. നിസ്സാര കാര്യങ്ങൾക്ക്, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് അവരെ പിടിച്ച് തല്ലി പിന്നെ തല്ലിന് തന്നെ ഒരു വിലയില്ലാത്ത രീതിയിൽ മാറ്റരുത്. അതേസമയം തല്ലിന് തല്ലിൻ്റെ റോളുണ്ട്, അടിക്ക് അടിയുടെ റോളുണ്ട്, ചൂരലിന് ചൂരലിൻ്റെ പങ്കുണ്ട്, സ്നേഹത്തിന് സ്നേഹത്തിൻ്റെ പങ്കുണ്ട്, കരുതലിന് കരുതലിൻ്റെതായ ഇടമുണ്ട്. ഇതൊരു മിക്സഡ് പരിപാടിയാണ്. അല്ലാതെ ഒരു ഒറ്റമൂലി കൊണ്ട് കുഞ്ഞുങ്ങളെ നന്നാക്കിയെടുക്കാൻ പറ്റില്ല, ഒരു സമൂഹത്തെ നന്നാക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ പോലീസ്, പട്ടാളം, കർശനമായ നിയമങ്ങൾ ഒക്കെ ഈ രാജ്യത്ത് വച്ചിരിക്കുന്നത്. ജനങ്ങളങ്ങ് നന്നായ പോലെ, ജനാധിപത്യമല്ലേ, എല്ലാം അങ്ങ് പൗരബോധം ഉണ്ടായ പോലെ. പറ്റില്ലല്ലോ. ശക്തമായ നിയമങ്ങളും ചട്ടങ്ങളും ഭരണഘടന, അല്ലെങ്കിൽ പിന്നെ ഭരണഘടന ആവശ്യമില്ലല്ലോ. ആളുകൾ വിദ്യാഭ്യാസം കൊടുത്താൽ പോലെ, അവർക്ക് ഇഷ്ടമുള്ള അവർ ജീവിക്കില്ല. അങ്ങനെയല്ല, സാമൂഹ്യ സാഹചര്യം എന്താണോ അതിനനുസരിച്ചാണ് മനുഷ്യർ ജീവിക്കുന്നത്. കുട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന സാമൂഹ്യമായ പരുവപ്പെടൽ, ഫാമിലി കണ്ടീഷനിങ്, കുടുംബപരമായ പരുവപ്പെടൽ, ഇൻഡിവിജ്വൽ കണ്ടീഷനിങ്, വ്യക്തിപരമായ പരുവപ്പെടൽ, ഒരു പരുവപ്പെടലുണ്ട്, ഒരു രൂപപ്പെടലുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ദയവായി സജീന്ദ്രനെ പോലെയുള്ള ആളുകൾ വർത്തമാനം പറയാൻ. അല്ലാതെ എന്താണോ നിൽക്കുന്നത് അതിനെതിരായി വർത്തമാനം പറഞ്ഞ് ഒരു കേമത്തരങ്ങ്, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇപ്പം പകലാണെങ്കിൽ പറഞ്ഞ് രാത്രിയായി സമർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു കേമനാവും എന്നുള്ള രീതിയുണ്ട്. സൂര്യൻ കിഴക്കുദിക്കുന്നു പറയുമ്പോൾ അല്ലല്ല പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുത്താൽ, പറഞ്ഞ് സ്ഥാപിച്ചെടുത്താൽ പിന്നെ നമുക്കത് പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. യുക്തി അനുസരിച്ചും അല്ലെങ്കിൽ ശാസ്ത്രചിന്ത അനുസരിച്ചും നമുക്ക് കാര്യകാരണ സഹിതത്തോടു കൂടി വിഷയങ്ങളെ സമീപിക്കാം. അപ്പോൾ ചൂരലിന് ചൂരലിൻ്റെ ജോലിയുണ്ട്, സ്നേഹത്തിന് സ്നേഹത്തിൻ്റെ ജോലിയുമുണ്ട്. ആ രണ്ടും കൂടി വരുന്ന കരുതലും തലോടലും, തല്ലും തലോടലും ഒക്കെ ഉള്ള ഒരു പാറ്റേൺ അധ്യാപകരും പഠിക്കണം, മാതാപിതാക്കളും അതിനനുസരിച്ചുള്ള ഒരു മാനസിക പരിവർത്തനത്തിലേക്ക് വരണം. അങ്ങനെ ഒരു മനോഭാവ മാറ്റത്തിലേക്ക് വരണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അങ്ങനെ വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനൽ അതിൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുകയാണ്, കുറേ കൂടി പ്രൊഫഷണൽ ആക്കുകയാണ് ഈ വീഡിയോസ് എല്ലാം. അപ്പോൾ അതിൻ്റേതായ ചിലവുകളുണ്ട്. സന്മനസ്സുള്ള എല്ലാ വ്യക്തികളും ഈ വീഡിയോ കാണുന്ന, എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവരവരാൽ കഴിയുന്ന തുക 9847547881 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് സംഭാവനയായി നൽകുക. തീർച്ചയായിട്ടും ഇതൊരു പൊതു താല്പര്യം കൂടി നിലനിർത്തി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു അഭ്യർത്ഥന നൽകുന്നത്. ഇതൊരു കമ്പൾഷൻ അല്ല.
പിന്നെ സാമ്പത്തിക കാര്യങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. തീർച്ചയായും അത് വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുവരെ ഇത് കാര്യങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടാകണം. ആ കമൻറ്റ് ബോക്സിൽ പേരും നമ്പറും ഗൂഗിൾ പേ നമ്പറും ഉണ്ടാകും. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു.